എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് കുക്കിൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ തയ്യാറാക്കിയ ഒരു ഡക്ക് മപ്പാസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എത്ര പേര് ഇതൊക്കെ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഡക്കിൻ്റെയൊക്കെ ഒരു കറികളും കാര്യങ്ങളും ഒക്കെ കുറച്ച് കുറവാണ് കേട്ടോ. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിരുന്നതാണ്, നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡക്ക് മപ്പാസ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കിയെടുക്കാം. ഒരു 2 kg ഡക്കിൻ്റെ മീറ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് മഞ്ഞൾപ്പൊടിയും വിനീഗറും നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഒരു 5-6 ടൈംസ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടാതെ ഈ പറഞ്ഞതുപോലെ വിനീഗറും നാരങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്ര സാധനം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം വേണം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു 5-6 ടൈംസ് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ താറാവിൻ്റെ ഇറച്ചിക്കൊക്കെ ഒരു റോ സ്മെല്ലുണ്ടല്ലോ, ഒരു ഉളുമ്പ് സ്മെല്ലുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും സ്മെല്ലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ചതച്ചെടുത്താൽ മതിയായിരിക്കും. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് എടുത്തത്. പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. മപ്പാസിന് ഒരു ടേസ്റ്റ് വരാൻ എപ്പോഴും നല്ലത് കുരുമുളക് പൊടി ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം പൊടികളെല്ലാം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ളത് കൊണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 5-6 ഗാർലിക്കിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇത്രയൊന്ന് തിരുമ്മി നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി നന്നായിട്ട് ആ ഇറച്ചിയിലേക്കൊക്കെ ഈ മസാല ഒന്ന് പിടിക്കാൻ പാകത്തിന് വേണം നന്നായിട്ട് തിരുമ്മിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുമ്പം നമ്മളൊന്ന് കുറച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് 1 hour ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഉളുമ്പിൻ്റെ സ്മെല്ലൊക്കെ മാറും കേട്ടോ. കാരണം ഈ മസാല ഇതിലേക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറുന്നതായിരിക്കും. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നേരത്തെ വെക്കുക, എങ്കിലാണ് നമ്മൾ മസാലയൊക്കെ മീറ്റിലേക്ക് പിടിക്കത്തുള്ളൂ. ഡക്കിൻ്റെ മീറ്റിന് നല്ല കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സമയം കണ്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് കുക്കറിലാക്കിയെടുക്കാൻ കുറച്ച് താമസമായിരിക്കും. ഞാനിപ്പോൾ ഓപ്പൺ കുക്കിംഗ് ആണ് ചെയ്യുന്നത്, കുക്കറിലല്ല ചെയ്യുന്നത്. കുക്കർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ അല്ലാണ്ട് ഓപ്പണായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് എന്ത് മീറ്റിനാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പം നമ്മളിന്ന് ഓപ്പൺ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തലേദിവസം നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രീസറിലല്ല, സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരിക്കും. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ മസാലയൊക്കെ ഇട്ട് വഴറ്റി എടുക്കുമ്പോഴാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മാനേജ് ആയി നല്ല മീറ്റിലേക്കൊക്കെ ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതൊരു 1 to 2 hours റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ മീറ്റ് വേറെ ഒന്നും ചേർക്കാതെ ഇതേപോലെ തന്നെ നന്നായിട്ട് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ സവാളയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീറ്റ് അതേ പാനിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ചധികം സമയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത്. ഏകദേശം 20 minutes ഒക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഈ മീറ്റിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഒന്ന് വറ്റുന്നോടം വരെ നമുക്ക് നന്നായിട്ട് ഈ മീറ്റിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇപ്പോൾ ആ മീറ്റിൽ നിന്ന് തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ കിടന്നുകൊണ്ട് ഈ മീറ്റ് കുക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് വറ്റി വരണോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ 20 minutes നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വെള്ളം വറ്റണോടം വരെ ഇടയ്ക്കൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കുമ്പോൾ മടിയിൽ പിടിക്കാതിരിക്കും. അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലിൻ്റെ പീസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മീറ്റിൽ നിന്ന് തെളിഞ്ഞ് നിൽക്കുമ്പോഴാണ് മീറ്റ് കുക്കായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കണ്ടോ, ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലിൻ്റെ പീസ് വിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മീറ്റ് കുക്കായെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെ എല്ലിൽ നിന്ന് എന്തിറച്ചി വിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ മീറ്റ് കുക്കായെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ അത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആണെങ്കിലും ഡക്കാണെങ്കിലും ആ മീറ്റ് കുക്കായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അതിൻ്റെ ലിഡൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ആയിട്ടൊന്ന് കുക്ക് ചെയ്തത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം.
അപ്പം ഞാൻ ഈ മീറ്റ് ഇതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ബാക്കി സവോളയൊക്കെ വഴറ്റി ചേർത്തതിന് ശേഷമാണ് പിന്നെ ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണല്ലോ മപ്പാസ് ഉണ്ടാക്കുന്നത്. അപ്പം അതനുസരിച്ച് പിറ്റേ ദിവസമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ബാച്ചായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് ഇതുപോലെ മീറ്റ് കുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് പെപ്പർ ഫ്രൈ ആക്കാം, ഡക്ക് പെപ്പർ ഫ്രൈ ആക്കാം, ഡക്ക് റോസ്റ്റ് ആക്കാം. ഇപ്പം നമ്മൾ ഡക്ക് മപ്പാസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത് പാലപ്പത്തിന് ഒരു കോമ്പിനേഷനായിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മീറ്റ് ബേസിക്കായിട്ട് കുക്ക് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ബാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആൾക്കാർ എത്രയുണ്ടോ അത്ര പേർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ വെറൈറ്റി ഡിഷസ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിലേക്ക് ഇതാക്കിയെടുക്കാൻ പറ്റും. അപ്പം ബേസിക്കലി മീറ്റ് ഓൾറെഡി കുക്കായിട്ടുണ്ട്, ഇതിപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിനൊരു റോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. റോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. കുറച്ച് സവാളയൊക്കെ വഴറ്റി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരിക. അപ്പം നമുക്കിനി അതിലേക്ക് കടക്കാം. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 1 കപ്പ് ഒന്നാം പാലും 1 കപ്പ് രണ്ടാം പാലുമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒന്നാം പാൽ രണ്ടാം പാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാല് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല ഫ്രഷ് തേങ്ങയുടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പാല് കുറച്ച് തിന്നായിട്ടുള്ള കോക്കനട്ടിൻ്റെ മിൽക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് ഒന്ന് സ്പ്ലിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ കടുക് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 3 കപ്പ് സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്നതും, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും, ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും, ഒരു 3-4 മീഡിയം സൈസ് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫുള്ള് വേണ്ട, ഒരു 3-4 എണ്ണം അത്യാവശ്യം മീഡിയം സൈസ് ആയിട്ടുള്ള ഗാർലിക്കിൻ്റെ ക്ലോസ് ആണെങ്കിൽ അതും കൂടി ഒന്ന് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി മീറ്റ് കുക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ സവാളയൊന്ന് കുറച്ചധികമായിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി എക്സ്ട്രാ ആയിട്ട് ഇതിന് മേലിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണം. അപ്പം കടുക് സ്പ്ലിറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏകദേശം 2-2.5 കപ്പ് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഷിന് ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്കിവിടെ അത് കിട്ടാനില്ല. ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് സവാളയും ഹാഫ് ചെറിയുള്ളിയായിട്ട് എടുക്കുക. അപ്പോൾ അതങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് സവാളയും 1/2 കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതുമാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ചെറിയുള്ളി ഒരു ഹാഫ് കപ്പും പിന്നെ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സോട്ടായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്ക് ചെറുതായിട്ട് മസാലപ്പൊടികളൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള മസാലപ്പൊടികൾ ചേർത്ത് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി മീറ്റ് കുക്ക് ചെയ്തപ്പോൾ ഈ മസാലകളും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബാക്കി പൊടികളൊക്കെ ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതായത് മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, കശ്മീരി ചില്ലിപ്പൊടി, പിന്നെന്താ ഗരം മസാല, ഇതെല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പം അത് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകും ആകാം, നല്ല നൈസ് പൗഡറായിട്ടുള്ളതും ആവാം. അപ്പോൾ ഫ്രഷ് കുരുമുളക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഇതിന് ടേസ്റ്റിന് നല്ലത് കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴണ്ടി ഈ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് മാഷായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു തണുപ്പ് മാറിയതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് പുറത്ത് വെച്ചാൽ മതിയായിരിക്കും. അതിനുശേഷം ഇത്രയും മസാലയൊക്കെ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ മസാലയിലൊന്ന് പരണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മീറ്റൊക്കെ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വരുമ്പോഴത്തേക്കും ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് രണ്ടാം പാൽ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ അന്നേരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മീറ്റിലേക്കൊക്കെ ചൂടൊക്കെ ആയി അതൊന്ന് ഈ സവാളയിലൊക്കെ ഒന്ന് കോട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഈ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഗ്രേവിയുടെ തിക്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തിളപ്പിച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ബോയിൽഡ് വാട്ടർ വേണം കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരണോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഈ സമയത്ത് ഞാൻ ചെറുതായിട്ട് കുറച്ചും കൂടി പെപ്പർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയമാകുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ മീറ്റിൽ തന്നെ ഉപ്പിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഈ ലാസ്റ്റ് മിനിറ്റിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മീറ്റിൽ ഉപ്പൊന്നും പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മീറ്റ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ കുക്ക് ചെയ്തപ്പോൾ തന്നെ മീറ്റ് ഇട്ട് വേവിക്കുമ്പോൾ തന്നെ ഉപ്പും ആഡ് ചെയ്തിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഏതാണ്ട് ഒരു ഗ്രേവി പരുവത്തിലേക്ക് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ലിഡൊക്കെ ഒന്ന് വെച്ച് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു തിള വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ മീറ്റിലേക്കൊക്കെ ചൂടൊന്നും ചെല്ലാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ. നിങ്ങൾക്കിത് ഒരേ ടൈമിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിലും നല്ലത്. പക്ഷേ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഒരു ദിവസം മുമ്പേ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് വരാം. അപ്പം ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇതൊത്തിരി ഒന്ന് കുക്കായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയായിരിക്കും. കാരണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയായിരിക്കും. ഞാനിപ്പം കുറച്ചും കൂടി കുരുമുളകിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. അത് നമുക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ ഞാനിത് ക്രിസ്മസിന് പോട്ട്ലൊക്കെ ആയിട്ട് കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് ഒന്ന് പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോ ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പൊട്ടറ്റോസ് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചിപ്സ് പോലെ വറുത്തെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇതിലേക്ക് മാറ്റുക. അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ചെറുതായിട്ട് കുറച്ച് സവോളയും പച്ചമുളകും വറ്റൽമുളകും ഒന്ന് താളിച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. അത് ഇതിനൊരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് മീറ്റ് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് 2-3 കാഷ്യൂസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ. അത്ര ഈസി അല്ല, കുറച്ച് പണിയുണ്ട് ഡക്കിൻ്റെ മപ്പാസ് തയ്യാറാക്കാൻ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അറിയാം, സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വയ്ക്കുന്നത് ഈ ഡക്കിനൊക്കെ ഒരു സ്മെല്ലുണ്ട്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പൊന്നും മിസ്സാക്കാണ്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ ഒരു ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.